വേണോ? എനിക്ക് വേണം. ഒന്ന് കാണിക്കുവോ? അയ്യോ എനിക്ക് വേണം. മീനൂട്ടിന് കൊടുക്കല്ലേ? തന്നു. ഒന്ന് നോക്കണം. അത് അവള് മീനൂട്ട ഞാൻ തുറന്നോട്ടെ അത്. ഞാൻ കരയുവാ. അയ്യോ എന്തിന്? എന്റെ പെട്ടി കളഞ്ഞിട്ട് എനിക്ക് പെട്ടി തിരിച്ചിട്ടി. പെട്ടി കളഞ്ഞു പോയിട്ട് പെട്ടി തിരിച്ചു കിട്ടി. ആണ് ഈ പെട്ടിയോ? ഇതിലെന്താന്നൊന്ന് പറയോ? ഇത് ഈ പെട്ടി നിലത്ത് വെച്ചിട്ട് അതിൽ എന്നിട്ട് നേരെ ഉർവശീന്റെ ഡയലോഗ് പറയാം. പണ്ട് പല്ല് തേച്ച ബ്രഷ്, ആദ്യമായിട്ട് മേടിച്ചെന്ന ബ്രഷ്, ആദ്യമായിട്ട് ഞാൻ എറിഞ്ഞ മാവേലെറിഞ്ഞ കല്ല്, അതൊക്കെയാണ് ഇതിന്റെ അകത്തുള്ളത്. ഈ ഡ്രസ്സും ബ്രഷും ഒക്കെ. ആ പച്ച ഞാൻ കരയുവാ. പച്ച എന്തിനാ കുഞ്ഞു കരയുന്നേ? എന്റെ പെട്ടി കളഞ്ഞിട്ട് എന്റെ പെട്ടി തിരിച്ചു കിട്ടി. തിരിച്ചു കിട്ടിയത് കൊണ്ടാണോ കരയുന്നത്? ആ പച്ച പെട്ടി നിലത്ത് വെച്ചിട്ട് വേണം ഡയലോഗ് പറയാൻ. ഓ പെട്ടി നിലത്ത് വെക്കണം. മീനൂട്ട പെട്ടി നിലത്ത് വെക്കേ, അപ്പോഴേ അവൾക്ക് ഡയലോഗ് പറയാൻ പറ്റൂ. അനി പറഞ്ഞോ. കണ്ണട മൂക്കിൽ ചെയ്യണ്ടേ? ശരി, നിലത്തിരിക്കാ ചെയ്യണ്ടേ? ശരി. എന്നിട്ട് ഈ പെട്ടി ഒന്ന് തുറക്കണം. ഈ പെട്ടി വെച്ചിട്ട് ഒന്ന് തുറക്കണം. എന്നിട്ട് നേരെ ഡയലോഗ് പറയണം. പറഞ്ഞോ. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കറിയാം. അങ്ങനെ എന്നെ ചതിക്കാൻ ഇനി ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവനായി കൊണ്ടു നടക്കുന്ന വിലവെളുപ്പുള്ള സാധനങ്ങളാ ഇതിന്റെ ഉള്ളില്. ആർക്കും ഇതിന്റെ വില മനസ്സിലാവൂല. എനിക്കറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അത്ര ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോൾ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. തേക്കാൻ എനിക്ക് എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങി തന്ന ബ്രഷ്. അത് കൊള്ളാമോ? കൊള്ളാം. ഇതെല്ലാവരും ഇത് കണ്ടോ? എന്റെ 3ാമത്തെ വയസ്സിലെ പിറന്നാളിനമ്മ കൈകൊണ്ട് തുന്നി തന്ന ഉടുപ്പാ അത്. ഇതിനാ മരണം വില കളയൂല. ഓ കുഞ്ഞുടുപ്പ്. നമ്മുടെ തറവാട്ട് പറമ്പിന്റെ അതിലില് തേൻകീനൊരു മാവുണ്ടായിരുന്നെന്ന് ഞാൻ സുഖാരട്ടനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അതിന് ഒരു ദിവസം പടിക്കരങ്കളെ വീട്ടിൽ വന്നപ്പോൾ അതിന്റെ ഒച്ചിലൊരു മാമ്പഴം കണ്ടു. ഇറങ്ങി വീഴ്ത്താൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകെപ്പാട് ഒരു മാങ്ങക്കാനാ കല്ലെറിഞ്ഞിട്ടുള്ളത്. ആ കല്ലത് എങ്ങനെയുണ്ട്? എന്നിട്ട് മാങ്ങ വീണു. അത് പടിക്കരങ്കള് തിന്നുകയും ചെയ്തു. ഡയലോഗ്. ഇത്ര എങ്ങനെ കണ്ടുപിടിച്ചു? അത്ര കണ്ടുപിടിച്ചു ഞാൻ. ഇനി നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുകയാണോ? അല്ല, എണീക്കണോ? ഇനി എണീച്ചിട്ട് പെട്ടി അവിടെ വെച്ചിട്ട് നേരെ പാട്ട് പാടാൻ പോണം. ഓ എല്ലാത്തിനും ഒരു പ്രോപ്പർ പ്ലാനിങ് കേട്ടോ. വെൽ പ്ലാൻ. ഞാൻ അടച്ചോളാം. എനിക്ക് അടയ്ക്കാനൊക്കെ അറിയാം. ഈ കണ്ണട എന്റെ അമ്മേന്റെ കൈ കൊടുക്കും. അയ്യോ അത് ശരിക്കും യാമിക്കുട്ടിയുടെ ഉടുപ്പായിരുന്നോ? ഇപ്പൊ ഇടാൻ പറ്റുന്ന ഉടുപ്പാണോ അത്? ഈ പെട്ടി കൊടുക്കണോ അമ്മയ്ക്ക്? ഈ പെട്ടി അവിടെ വെക്കാൻ എന്റെ അമ്മ പറഞ്ഞത്. ശരി, എല്ലാം അമ്മ പറയുന്നതല്ലേ. ഓക്കെ, ഇനി പാടാൻ പോവാണോ? അപ്പൊ റെഡി അല്ലേ? ഏത് പാട്ടാ പാടുന്നേ? പാട്ട് പായസം. ഇത് പായസം. അതാ. പായസത്തിന്റെ പാട്ടാണല്ലേ? പാൽപായസം അല്ലേ? ആ പാൽപായസം. അത് പാടുവോ? ഡീറ്റെയിൽസ് അറിയോ? ആ ഡീറ്റെയിൽസ് പാടിയത് നിത്യ മേനോൻ ചേച്ചി. പിന്നെ ലിറിക്സ് എഴുതിയത് റഫീഖ് അഹമ്മദ്. സംഗീതം നൽകിയത് രതീഷ് വേഗ. സിനിമേന്റെ പേര് പോപ്പിൻസ്. പിന്നെ വർഷം 2012. എല്ലാം പറ്റും. അതെ. അപ്പൊ നമുക്കിനി പാട്ട് കേൾക്കാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സ്വപ്നങ്ങൾ തുള്ളി വിടറി മേലെ മോഹങ്ങൾ തുള്ളി ഇളകി തിളച്ച് മറിഞ്ഞ് വരുന്ന എന്നിതാ പായസം തിളച്ച് മറിഞ്ഞ് വരുന്ന എന്നിതാ പായസം പായസം ഇത് പായസം പാൽ പായസം പായസം ഇത് പായസം പാൽ പായസം കുഞ്ചിരിട്ട് കനവിട്ട് മധുരിച്ച പായസം കണ്ണിറങ്ങി കൊതിപ്പിച്ച് കൊഴുപ്പിച്ച പായസം ഇത് പായസം കരളിനിലയിൽ ചിരചൂടോടെ നിറച്ചങ്ങ് വിളമ്പുന്ന പായസം പാലല പോലെ തേനല പോലെ തുള്ളിം പറഞ്ഞൊരു പായസം നാക്കിന് നല്ലൊരു പൽക്കടലാക്കി പൊതക്ക് വരുന്നൊരു പായസം 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 ഇത് പായസം പാൽ പായസം പായസം ഇത് പായസം പാൽ പായസം പുഞ്ചിരിച്ച് പാലൊളിച്ച് തേനൊളിച്ച് നെയ്യൊളിച്ച് നെഞ്ചിൽ വെച്ച് ഇളക്കിയ പായസം പുഞ്ചിരിച്ച് പാലൊളിച്ച് തേനൊളിച്ച് നെയ്യൊളിച്ച് നെഞ്ചിൽ വെച്ച് ഇളക്കിയ പായസം കുഞ്ചും സ്വപ്നങ്ങൾ തുള്ളി വിടറി മേലെ മോഹങ്ങൾ തുള്ളി ഇടറി തിളച്ച് മറിഞ്ഞ് വരുന്ന എന്നിതാ പായസം തിളച്ച് മറിഞ്ഞ് വരുന്ന എന്നിതാ പായസം പായസം ഇത് പായസം പാൽ പായസം പായസം ഇത് പായസം പാൽ പായസം And the Oscar award goes to അമ്മ. അയ്യോ ആദ്യം തൊട്ട് കാണുന്നു. അവസാനം ഇങ്ങനെ ഓ, ഇനി എനിക്ക് നിന്റെ പാട്ട് കേക്കണ്ട. സകല ശ്രമങ്ങളും ഉണ്ടായിരുന്നു. എത്ര അധികം ശ്രമങ്ങളായിരുന്നു. മൊത്തം ശ്രമം. മേളിലോട്ട് പോകണം, താഴോട്ട് പോകണം, മൈക്ക് നേരെ പിടിക്കണം, എല്ലാം ഉണ്ട്. അവസാനം സഹിക്കാൻ വയ്യാതെ പായസം ഇത് പായസം പാൽ പായസം പായസം ഇത് പായസം ഇടയ്ക്ക് ദേഷ്യം വരുന്നുണ്ടേ. അതിങ്ങനെയാണ്. എനിക്ക് വയ്യ. ദേഷ്യം എങ്ങനെയായിരുന്നു? ആണല്ലോ. ഓ മതങ്ങൾ എങ്ങനെയാ രക്ഷപ്പെടുന്നതെന്ന് എനിക്കറിയാം എങ്ങനെയാ എങ്ങനെയാ അങ്ങനെ ഇങ്ങനെയോ ആണ് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഓ അത് ശരി ഞാനോ യാമീന്ന് ഞാനാണോ യാമി അവസാനം ആ എനിക്ക് വയ്യ അമ്മയുടെ ദേഷ്യം. അയ്യോ അത് രസമായിരുന്നു കേട്ടോ. കഴിഞ്ഞിരുന്ന ചേച്ചിയുടെ ബോധം പോയതിന് ഷുവറാ. മാത്രം പറയല എന്റെ സാറിന്റെ തൊണ്ട പോവും ആ ഈ പാട്ട് അമ്മ തൂക്കി. അതെ അതെ ഇത് അമ്മ കൊണ്ടുപോയി ഈ പാട്ട്. അമ്മ കൊണ്ടുപോയി. ഈ പാട്ട് അമ്മയല്ല കൊണ്ടുപോയത് എന്റെ അച്ഛനാ കൊണ്ടുപോയത് അച്ഛനാ അച്ഛൻ കൊണ്ട് പാവം കേട്ടോ, മിണ്ടാണ്ടിരിക്കായിരുന്നു കേട്ടോ. അച്ഛന് ഒരു ടെൻഷനും ഇല്ല. അച്ഛന് ടെൻഷൻ ഉള്ളിലുണ്ട്, പക്ഷെ വെളി കാണിക്കുന്നില്ല. യാമിക്കുട്ടി എന്തിനാ വില്ലേന്ന് ഇറങ്ങിപ്പോയത്? വില്ലേന്ന് ഇറങ്ങിപ്പോയോ കുഞ്ഞ്? അതൊരു കാര്യണ്ട് എന്റെ സാറിനോട് കംപ്ലൈന്റ് പറയാനാ ആ പറഞ്ഞോ അമ്മ മൊബൈല് തന്നില്ല മൊബൈൽ തന്നില്ല. വന്നില്ലേ? അതുകൊണ്ട് ഇറങ്ങിപ്പോയോ? എന്നിട്ട് അമ്മയെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞ? അമ്മേനെ കുറിച്ച് കൊറേ ക്രൗണിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു. എന്തൊക്കെ പറഞ്ഞു കൊടുത്തു? രാകേഷ് സാറിനോട് പറഞ്ഞു കൊടുത്തു. എന്ത് പറഞ്ഞു കൊടുത്തു? എന്തായിരുന്നു പറഞ്ഞു കൊടുത്തേ? എനിക്ക് മൊബൈല് തന്നില്ല. മൊബൈല് മൊബൈല് മൊബൈൽ എന്ന് പറഞ്ഞാ അതിന്റെ എന്താ അർത്ഥം എനിക്കറിയാം. മൊബൈല് ഫോൺ വിളിക്കുന്ന മൊബൈൽ അപ്പൊ തനിച്ച് കൽപ്പറ്റയിലോട്ട് കയറി പോകാൻ പറ്റുമോ? അപ്പൊ കണ്ട വണ്ടിയിൽ കയറി പോവോ? ആ കൽപ്പറ്റ വണ്ടി അതിൽ കയറി പോവോ തനിച്ച്? ഞാൻ ഓട്ടോറിക്ഷയിലല്ല കയറി
പോണേ. ഓ അതിലാണോ സാധാരണ കേറി പോവാറ്? ഓട്ടോറിക്ഷയിലല്ല, ഏ വലിയ ഭൂമിയെക്കാട്ടും വലിയ ബസ്സില്. ഭൂമിയിലേക്കാളും വലിയ ബസ്സിലാണ് കേറിപ്പോ. അങ്ങനത്തെ ബസ്സില്. ഒറ്റയ്ക്ക് ആര് ഡ്രൈവ് ചെയ്യൂ അപ്പോ ബസ്? യാമി തന്നെ. എന്റെ ചേച്ചി തന്നെ. അയ്യോ പക്ഷെ അത് ആരും ഇല്ലാത്ത ബസ്സാ. ചേച്ചി യാമി എന്നാലും ഇങ്ങനെ പറയാമോ, എനിക്ക് അച്ഛൻ മതി, അമ്മ വേണ്ട, അമ്മയ്ക്ക് ബിഹേവ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? മറ്റൊരു കാര്യമുണ്ട്, അമ്മയ്ക്ക് എന്നോട് ബിഹേവ് ചെയ്യാൻ ഒരിക്കലും അറിയൂല. ഇങ്ങനെ ചീഞ്ഞുകൊണ്ടിരിക്കും. ചൊറിഞ്ഞോണ്ടിരിക്കുക. ചീഞ്ഞതല്ല, വെറുതെ എന്നോട് ഗുണം കാണിച്ചു. എന്ത് കാണിച്ചിരിക്കും? ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ ആ വില്ലന്റെ ഭക്ഷണം കഴിക്കേണ്ട സ്ഥലത്ത് അവിടെ ആ ടെറസിന്റെ മേളിൽ കയറി തുള്ളുക. അമ്മയോ ടെറസിന്റെ മേളിൽ കയറി തുള്ളി ദേഷ്യം വന്നിട്ട് അത് എക്സസൈസ് ആയിരിക്കും. അയ്യോ പോയിന്റ്. അപ്പൊ ബിഹേവ് ചെയ്യാൻ അറിയില്ല. എന്താ അമ്മ ഇങ്ങനെയൊക്കെ? എക്സസൈസ് ചെയ്തതാണോ എന്താ അമ്മ? ടെറസിൽ പോയത്? എക്സസൈസ് അല്ലാതല്ല. പിന്നെയോ? ഞാൻ മേലേക്ക് നോക്കിയപ്പോൾ അമ്മ അതാ മേലെ കിടന്ന് പാറി കളിക്കുന്നു. ഓ അത് പാറി കളിക്കുന്നു. അപ്പൊ നേരത്തെ തുള്ളി പിന്നെ പാറി കളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ അവിടുന്ന് തുള്ളിയിട്ട് ഒറ്റ ചാട്ടം. എവിടെ മേളിൽ നിന്ന് താഴോട്ടോ? മേലേന്ന് മേലേക്ക് പോയിട്ട് സത്യസന്ധമായിട്ടുള്ള കഥകളാണ്. അമ്മ ആരാ? ഹനുമാനോ? വണ്ടർ വുമണാണ് അമ്മ. അല്ല, അമ്മ ആരാ? ഹനുമാനോ? സ്പൈഡർമാനോ? മറ്റൊരു കാര്യമുണ്ട്, അമ്മ അവിടെ എത്തിയെന്നറിയോ? എവിടെ എത്തി? എംജെ സാറിന്റെ തലയിൽ വന്നു. അയ്യോ അയ്യോ മാറിയിരുന്നോടെ കേട്ടോ, മാറിയിരുന്നോ മാറിക്കോ. അതെ ശോ എന്തായാലും പായസപ്പാട്ട് കൊള്ളായിരുന്നു കേട്ടോ. ആര് പഠിപ്പിച്ചെന്ന് ഇത് ലിറിക്സ്? പാട്ട് ആരാ പഠിപ്പിച്ചെന്ന് യാമിക്കുട്ടിക്ക്? അതൊക്കെ ഞാൻ പഠിച്ച ഒറ്റയ്ക്കാണോ? വരിയൊക്കെ ഒറ്റക്ക് പഠിച്ചോ? ആ വരി പഠിച്ചു. എത്ര രണ്ട് വരിയാണ്. ടു ലൈൻസ്. ആ എത്ര ദിവസം എടുത്തു? എത്ര എനിക്ക്? അത് ചോദിച്ചിട്ട് എനിക്ക് എംജെ സാറിന്റെ അടുത്ത് ചോദിക്കണം. അപ്പോഴേ പറയാൻ പറ്റൂ. അമ്മയെ പറ്റി ഇത്രയും കുറ്റം പറഞ്ഞുകൊണ്ട് മാർക്കില്ല. മധുരമഴയില്ല. ഇനി പറയൂലെന്ന് പറഞ്ഞിട്ട് സോറി. മൈക്കിൽ ചോദിക്കും സോറി ഇനി പറയൂല. ഇനി പറയൂല. എന്നാ അമ്മേനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്കൊരു അമ്മേനെ ഒത്തിരി 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 ഇഷ്ടം. സോപ്പ് എവറി മദർ ആൻഡ് ഡോട്ടർ ഇൻ എവറി ഹൗസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ സാറിന് ഒരു പേരിടട്ടെ. എന്താണ്? ഷുക്കിന്നൊരു പേരിട്ടല്ലോ എന്റെ സാറിന്. ഷൂക്കി. ഷൂക്കിയോ? ഷുക്കി. സ്വിഗ്ഗിയോ? സ്വിഗ്ഗിയോ? ഓ ഇതിനിടയ്ക്ക് അതിനും പോകുന്നുണ്ടോ? പിന്നെ ചേച്ചിയുടെ പേര് കോഴി. അത് പോയി. കൊക്കറക്കോ. എവിടെ കൊക്കറക്കോ? അടുത്തത് എനിക്ക് എംജെ എന്ത് സാർ. പേരാണോ എന്തോ? മധുവങ്കിളിന്റെ പേരെന്താന്നറിയോ? ആ, ക്രിസ്മസ് അപ്പൂപ്പൻ. ക്രിസ്മസ് അപ്പൂപ്പനോ? വിഷു ആവാനുള്ള എന്നെ കണ്ടിട്ട് സമയത്ത് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ മീനുട്ടി ചേച്ചിന്റെ പേര് ആ നല്ല പേര്. പൂത്തിരി ആഘോഷം. ഒത്തിരി ആഘോഷം. ഒരു പരസ്പര ബന്ധമില്ലാത്ത പേരുകൾ. അതെ അവളുടെ ബ്രെയിൻ ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ആഘോഷം. നമുക്കിങ്ങനെ ഫുൾ ഡേ ഇങ്ങനെ ഇതും കേട്ടിരിക്കാം. പേരെന്താന്നറിയോ? എന്താ പേര്? ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ. ആ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ. അപ്പൊ എനിക്കെല്ലാം മനസ്സിലായി ആമിക്കുട്ടി. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എന്റെ സൗണ്ട് നല്ലതാ. ആ സൗണ്ട് നല്ലതാ. ആണോ? ആര് പറഞ്ഞു സൗണ്ട് നല്ലതാണെന്ന്? ആര്യ ചേച്ചി, നല്ല sound. മധുവങ്കിള്, പിന്നെ മീനുട്ടി. എന്നാ നമ്മൾ എല്ലാരും കൂടെ നല്ല സൗണ്ട് ആയതുകൊണ്ട് ഒരു മഴ പെയ്പ്പിക്കട്ടെ മഴ പെയ്യില്ല. അല്ലേ? അതെ, അതാ നല്ലത്. മജേട്ട എന്നാ മഴ പെയ്പ്പിച്ചേ മഴ വെപ്പിക്കാം അല്ലേ? നോക്കട്ടെ. പറ്റുമോ നോക്കാലോ? പറ്റുമോ നോക്കാലോ മധുവങ്കളിന്? മഴ ഉണ്ടാവുള്ളൂ, മിഠായി ഉണ്ടാവില്ല എന്ന്. ഇല്ല ക്രിസ്മസ് അപ്പൂപ്പനെ കൊണ്ട് പറ്റും. ആണോ? ആ മിഠായി മഴ. എന്നാ നമ്മുടെ യാമിക്കുട്ടിക്ക് വേണ്ടിട്ട് പോരട്ടെ ഒരു നല്ല മധുര മഴ. പായസം, Yes. ഇത് പായസം, പാൽപ്പായസം. ഓക്കെ ഓടിക്കോ. പായസം, ഇത് പായസം, പാൽപ്പായസം. പുഞ്ചിരിച്ച് പാലൊഴിച്ച് തേനൊഴിച്ച് നെയ്യൊഴിച്ച് ബൈ പറയുന്നില്ലേ? ബൈ ബൈ. ഗുഡ് നൈറ്റ്.